ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 8 മുതൽ 12 വരെ തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ ഉൾപ്പെടെ 60ഓളം പേർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് നൽകി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള സെർച്ച് കമ്മിറ്റിയാണ് അഭിമുഖം നടത്തുക. ഒക്ടോബർ 8-9 തീയതികളിൽ സാങ്കേതിക സർവകലാശാലയുടെയും 10-11 തീയതികളിൽ ഡിജിറ്റൽ സർവകലാശാലയുടെയും VC നിയമനത്തിലുള്ള അഭിമുഖങ്ങളാണ് നടത്തുക. സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയ റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയയാണ് സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഗവർണറും സർക്കാരും നിർദ്ദേശിച്ച 4 പേർ വീതമാണ് 2 സെർച്ച് കമ്മിറ്റികളിലെ അംഗങ്ങൾ. കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും സംസ്ഥാനത്തിന് പുറത്തുള്ളവരാണ്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 3 അംഗ പാനൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം. മുഖ്യമന്ത്രി നിയമനത്തിനുള്ള മുൻഗണനാ പട്ടിക നിശ്ചയിക്കും. മുൻഗണനാ പ്രകാരം നിയമിക്കുവാനുള്ള അധികാരം മാത്രമാണ് ഗവർണർക്കുള്ളത്. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്തുന്നുവെങ്കിൽ അതിനു വ്യക്തമായ കാരണം ബോധിപ്പിക്കാൻ ഗവർണർ ബാധ്യസ്ഥമാണ്. അക്കാര്യത്തിൽ സർക്കാരിന് പരാതിയുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി UGC പ്രതിനിധിയെ ഒഴിവാക്കി VC നിയമനം നടത്തുവാനുള്ള ഉത്തരവിനെതിരെ ഗവർണർ പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ കക്ഷി ചേരാൻ UGC സുപ്രീം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. ഇതോടെ സെർച്ച് കമ്മിറ്റി പാനലുകൾ സമർപ്പിച്ചാലും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം വിവാദത്തിലാകുമെന്നത് ഏറെക്കുറെ ഉറപ്പായി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.